ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പേപ്പർ 2 മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളൊരു ഏരിയ 10 മാർക്കിന് കൊടുത്തിട്ടുള്ള ഒരു മൊഡ്യൂൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് മാനേജ്മെന്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല എളുപ്പമുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പഠിക്കണ്ടേ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഒരു മാനേജറിന്റെ ഡ്യൂട്ടി എന്താണ്? അത് തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ, മാനേജറിന്റെ പണി എന്താണ്? അവരുടെ വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഒപ്പം ആളും വർക്ക് ചെയ്യുക. അല്ലെ, ഈ ഒരു സംഭവമാണ് നിസ്സാരമായിട്ട് എന്താണ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ പറയാനുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ്. അപ്പോൾ ഈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കേട്ടിരിക്കേണ്ട പേരാണ് ഹെൻറി ഫയോൾ. ഓക്കെ, ഹെൻറി ഫയോൾ അദ്ദേഹമാണ് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ പരീക്ഷയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫയോളിന്റെ 14 പ്രിൻസിപ്പിളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈസി ആയിട്ട് പഠിക്കാം. ഫയോളിന്റെ 14 പ്രിൻസിപ്പിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ സ്മോൾ ടാസ്ക് ഓർ ജോബ് ആൻഡ് ഈച്ച് വർക്ക് ഈസ് ഡൺ ബൈ എ ട്രെയിനഡ് സ്പെഷ്യലിസ്റ്റ് വിച്ച് ലീഡ്സ് ടു ഗ്രേറ്റർ എഫിഷ്യൻസി, സ്പെഷ്യലൈസേഷൻ, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റിഡക്ഷൻ ഓഫ് അൺനെസസറി വേസ്റ്റേജസ് ആൻഡ് മൂവ്മെന്റ്സ്. അതായത് ഏതൊരു ഓർഗനൈസേഷനായിട്ടും ബൾക്കായിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരിക്കും. അല്ലെ, ബൾക്കായിട്ടുള്ള വർക്കുകൾ ഉണ്ടായിരിക്കും. ഈ വർക്ക് ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ, സ്പെഷ്യലൈസേഷൻ ഒക്കെ അനുസരിച്ച് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് എല്ലാ വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തിന്റെ ബേസിലാണ് കൊടുക്കുന്നത്? ട്രെയിനഡ് സ്പെഷ്യലിസ്റ്റ്. അല്ലെ, അവരുടെ സ്പെഷ്യലൈസേഷൻ വെച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വേറൊരാൾക്ക് കൊടുക്കുമോ? ഇല്ല, അക്കൗണ്ട്സ് പഠിച്ചിട്ടുള്ള ആൾക്കാണ് കൊടുക്കുക. അല്ലെ, ഇനി മാനേജ്മെന്റിന്റെ സ്കില്ലുള്ള ആളുകൾക്കാണ് മാനേജറായിട്ട് കൊടുക്കുന്നത്. ഇനി സാധാരണ വർക്കേഴ്സ് ഉണ്ടായിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള അങ്ങനത്തെ പ്രൊഡക്ഷൻ അങ്ങനത്തെ വർക്കുകളൊക്കെ അവർക്കായിരിക്കാം. ഇപ്പോൾ അങ്ങനെ ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ ഡീലേഴ്സിനൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് മൊത്തത്തിലുള്ള ഓർഗനൈസേഷന്റെ വർക്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കുക? അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ്? അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജുകൾ കുറയും, അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റുകൾ കുറയും. അല്ലെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറയും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആവും, എഫിഷ്യൻസിയും കൂടും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഈസിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അതോറിറ്റി? അതോറിറ്റി മീൻസ് പവർ ടു ടേക്ക് ഡിസിഷൻ ആണ്. അല്ലെ, ഡിസിഷൻ ടേക്ക് ചെയ്യാനുള്ള ഒരു പവർ, അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓർഡർ കൊടുക്കാനുള്ള ഒരു പവർ, ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള പവർ, അതാണ്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? റെസ്പോൺസിബിലിറ്റി മീൻസ് ഒബ്ലിഗേഷൻ ടു കംപ്ലീറ്റ് ദ ജോബ് അസൈനഡ് ഓൺ ടൈം. അല്ലെ, അതായത് മാനേജർ കൊടുത്തിട്ടുള്ള ഒരു ജോലി ഇന്ന സമയപരിധിക്കുള്ളിൽ അത് തീർത്തു കൊടുക്കുക എന്നുള്ളൊരു കടമ, അതാണ് എന്തെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തം. അല്ലെ, മറ്റേത് ഓർഡറും കൂടി തരിക, അതോറിറ്റിയാണ്. അല്ലെ, അതോറിറ്റി ടു എന്താണ് പറയുന്നത്? പവർ ടു ടേക്ക് ഡിസിഷൻ ആണ് അതോറിറ്റി. എന്നാൽ എന്താണ്? ഒരു നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ വർക്ക്, നമുക്ക് തന്നിട്ടുള്ള വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക, അല്ലെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഒബീഡിയൻസ് ടു ഓർഗനൈസേഷണൽ റൂൾസ് ബൈ ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് ഏതൊരു ഓർഗനൈസേഷനായാലും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് അച്ചടക്കങ്ങൾ, അല്ലെ ഡിസിപ്ലിൻസ് ഉണ്ട്. അത് കുറേയധികം ഓർഗനൈസേഷനിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യണം. അവർ തീർച്ചയായിട്ടും ഡിസിപ്ലിൻഡ് ആകണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ 3 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 പ്രിൻസിപ്പിൾ പഠിച്ചു. ഡിവിഷൻ ഓഫ് ലേബർ, എൻ്റയർ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെ, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതാണ് ഡിവിഷൻ ഓഫ് ലേബർ. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? അതോറിറ്റി എന്ന് പറയുന്നത് പവർ ടു ടേക്ക് ഡിസിഷൻ, ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്യാനുള്ള ഒരു പവർ, അതിനൊക്കെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. ഡിസിപ്ലിൻ എന്താണ്? ഏതൊരു ഓർഗനൈസേഷനും ഫോളോ ചെയ്യേണ്ട കുറേയധികം റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് അവിടുത്തെ എംപ്ലോയീസ് തീർച്ചയായിട്ടും ഡിസിപ്ലിൻഡ് ആവണം എന്നാണ് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എവറി വർക്കർ ഷുഡ് റിസീവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. അതായത് ഏതൊരു വർക്കർ ആയാലും അയാൾക്ക് എന്താണ് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത് ഒരു സുപ്പീരിയറിന്റെ, അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമാണ് ഓർഡർ സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ട്, പലരും പല
ഓർഡറുകൾ തരും. എല്ലാം കൂടി നമുക്ക് ചെയ്യുമ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അതായത് ഒരുപാട് കൺഫ്യൂഷൻസ് വരും, കൺഫ്ലിക്റ്റുകൾ, ഡിസ്റ്റർബൻസസ്, ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഒരേ സമയം എവരി വർക്കർ ഷുഡ് റിസീവ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി അറ്റ് എ ടൈം. ഇതാണ് സംഭവം. ഓക്കെ, ഒരേ സമയത്ത് ഒരു സുപ്പീരിയറിന്റെ ഓർഡേഴ്സ് മാത്രം എന്ത് ചെയ്യാം, സ്വീകരിക്കുക. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു സുപ്പീരിയർ എന്താണ്, ഒരു സബോർഡിനേറ്റ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, ഒരു സബോർഡിനേറ്റ് ഓർഡർ സ്വീകരിക്കുന്നത് ഒരു സുപ്പീരിയർ ആണെങ്കിൽ അത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നു. ഇനിയിപ്പോ നോക്കൂ, ഇപ്പുറത്താണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുകളിൽ കണ്ടു ഒരു സബോർഡിനേറ്റ് ഉണ്ട്, മുകളിൽ 3 സുപ്പീരിയേഴ്സ് ഉണ്ട്, സുപ്പീരിയർ 1, സുപ്പീരിയർ 2, സുപ്പീരിയർ 3. അങ്ങനെ ആകുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കാം, ഇത് ആര് പറയണത് കേൾക്കണം. മൊത്തത്തിൽ എല്ലാം എന്താണ്, ഒരേ സമയം കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട വരികയാണ്. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, മൾട്ടിപ്ലിസിറ്റി ഓഫ് കമാൻഡ്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റിൽ വേണ്ടതാണ് എന്താണ്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ. അതായത് എന്താണ്, സെയിം ഒബ്ജക്റ്റീവ് ഉള്ള അല്ലെങ്കിൽ സെയിം ഗോൾ ഉള്ള എന്താണ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് എപ്പോഴും ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഒരൊറ്റ പ്ലാൻ, അതുപോലെ തന്നെ ഒരൊറ്റ ഹെഡ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്, പ്ലാനും ഹെഡും ഒന്നായിരിക്കണം. എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ്. സെയിം ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് എപ്പോഴും ഒരു പ്ലാനും അതുപോലെ തന്നെ എന്താണ്, ഒരു ഹെഡും മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ദിസ് എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് കോർഡിനേഷൻ. അപ്പൊ തന്നെ അവിടെ എന്താണ്, ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ, ഒരു യൂണിറ്റി ഉണ്ടാവും. അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് കമാൻഡ് എന്താണ് പറയുന്നത്, എവരി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എവരി വർക്കർ ഷുഡ് ബി റിസീവ് ഓർഡേഴ്സ് ഫ്രം 1 സുപ്പീരിയർ. ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഓർഡേഴ്സ് സ്വീകരിക്കുക അറ്റ് എ ടൈം. ഓക്കെ, അത് പറയുന്നതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ്. യൂണിറ്റ് ഓഫ് ഡിറക്ഷൻ പറയുന്നത് എന്താണ്, എപ്പോഴും അതായത് സെയിം ഗോളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് എപ്പോഴും ഒരു പ്ലാനും ഒരു ഹെഡും മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. കിട്ടിയല്ലോ. ഇനി 6th പ്രിൻസിപ്പിൾ ചോദിക്കുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. The interest of an organization should take priority over the interest of any one individual employee. അതായത് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ വർക്കേഴ്സിന്റെ ഒക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കാൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കാണോ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, അതോ ഒരു നമ്മുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കാണോ എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. എന്തായിരിക്കും, പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കല്ല കൊടുക്കേണ്ടത്, പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കാണ് കൂടുതൽ എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അതൊന്ന് വായിക്കാം. ദ ഇൻട്രസ്റ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രിയോറിറ്റി ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, എല്ലാവരുടെയും ഗ്രൂപ്പ് അല്ലെ, ആ മൊത്തം ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ജനറൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി 7th വൺ പറയുന്നത് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിന്റെ റെമ്യൂണറേഷനെ കുറിച്ചിട്ടാണ് അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന വേജ്, സാലറി, കോമ്പൻസേഷൻ അല്ലെ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കിട്ടുന്ന റിട്ടേൺ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു റെമ്യൂണറേഷനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ദ ഓവറോൾ പേ ആൻഡ് കോമ്പൻസേഷൻ ഷുഡ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനും അതുപോലെ തന്നെ എംപ്ലോയീസിനെയും സംബന്ധിച്ച് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ വേണം ആർക്ക് കൊടുക്കാൻ, എംപ്ലോയീസിന് കൊടുക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ വേജസ് ഷുഡ് ബി എൻകറേജ് ദ വർക്കേഴ്സ് ടു വർക്ക് മോർ ദാൻ ബെറ്റർ. അതായത് ഒരു വർക്കർ എന്തുകൊണ്ടാണ് ജോലി ചെയ്യണമെന്ന് റെമ്യൂണറേഷൻ കിട്ടുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അവരുടെ വർക്കിനെ കൂടുതൽ എൻകറേജ് ചെയ്യാനും ബെറ്റർ ആക്കാനും ഓക്കെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റെമ്യൂണറേഷൻ. അപ്പോൾ അത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ 7 പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്, ഡിവിഷൻ ഓഫ് ലേബർ പഠിച്ചു, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പഠിച്ചു, ഡിസിപ്ലിൻ പഠിച്ചു, യൂണിറ്റി ഓഫ് കമാൻഡ് പഠിച്ചു, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 7ാമത്തെ പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. 7 കിട്ടിയല്ലോ. ഇനി അടുത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. എളുപ്പത്തിന് മനസ്സിലാക്കാം. സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ഫ്യൂ ഹാൻഡ്സ് അറ്റ് ടോപ്പ് ലെവൽ. അതായത് സെൻട്രലൈസർ ആവുക എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമാവുക അല്ലേ. അതെന്താ വെച്ചാൽ ഏറ്റവും ടോപ്പിൽ കുറേയധികം ലെവൽ ഉണ്ട് അല്ലെ. ബിസിനസ്സിന് തന്നെ ഒരുപാട് ലെവൽസ് ഉണ്ട്. ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്. ഇതിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ അവരാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലിരിക്കുന്ന ചിലപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കാം, അവർ തീരുമാനമെടുക്കുന്നു, മറ്റുള്ളവർ അനുസരിക്കുന്നു എന്നുള്ളതാണ് സെൻട്രലൈസേഷനിൽ വരുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഡീസെൻട്രലൈസേഷൻ മീൻസ് ഈവൻലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെന്റ്. എല്ലാ മാനേജ്മെന്റിന്റെ എല്ലാ ലെവലിലേക്കും ഈ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ത് ചെയ്യുക, കൊടുക്കുക.
എന്താണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്നത് പറയുന്നത് ഡീസെൻട്രലൈസേഷനിൽ പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൽ എല്ലാവരെയും പങ്കാളിയാക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് അല്ലെ. നോക്കൂ, ബോത്ത് ഷുഡ് ബി ബാലൻസ്ഡ് ആസ് നോ ഓർഗനൈസേഷൻ ക്യാൻ ബി കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ഓർ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ്. ഓരോ ഓർഗനൈസേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായും സെൻട്രലൈസ്ഡ് ആവാനോ പൂർണ്ണമായും ഡീസെൻട്രലൈസ്ഡ് ആവാനോ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാത്രം ഇവർക്ക് ഒരു റോളും കൊടുക്കാതെ അവർക്ക് തീരുമാനിക്കാൻ എന്നുള്ളതും ശരിയല്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഇവർക്ക്, അതായത് വർക്കേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ശരിയല്ല. അപ്പൊ രണ്ടും ഒരു ന്യൂട്രൽ ആയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ നിൽക്കേണ്ടത് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ കിട്ടിയല്ലോ. ഇനി 9th പ്രിൻസിപ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സ്കെയിലാർ ചെയിൻ. സ്കെയിലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടായിരിക്കും, ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും, പിന്നെ അദ്ദേഹത്തിന് കീഴിൽ അങ്ങനെ ഓരോരോ ലെവൽ അനുസരിച്ച് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ചിത്രത്തിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ എ എന്നുള്ള ആളാണ് ഏറ്റവും ടോപ്പ് ലെവലിലെ മെയിൻ ആയിട്ടുള്ള സുപ്പീരിയർ. ഓക്കെ, ഇനി അദ്ദേഹം ബിക്ക് ഓർഡർ കൊടുക്കുന്നു, അതുപോലെ ബി സിക്ക് ഓർഡർ കൊടുക്കുന്നു, സി ഡിക്ക് ഓർഡർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ എ ഇക്ക് കൊടുക്കുന്നു, ഇ എഫിന് കൊടുക്കുന്നു, എഫ് ജിക്ക് ഓർഡറുകൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ബി അതുപോലെ തന്നെ ഇ എന്നിവര് ഏകദേശം സെയിം റാങ്കുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, എന്നാലും സെയിം റാങ്ക് ആണ് ഇവർക്കുള്ളത്. ബിയുക്കും ഇക്കും. അതുപോലെ സിയും എഫും അങ്ങനെ തന്നെയാണ്, ഡിയും ജിയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിയും ജിയാണ് ഇവിടെ ഏറ്റവും താഴെയുള്ള വർക്കേഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണല്ലോ. ഏറ്റവും താഴെ തട്ടിലുള്ളത് ഡി ആണ്. അപ്പൊ ഡി ചെയ്യുന്ന വർക്ക് എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത് സിക്ക്, സി ബിക്ക് കൊടുക്കുന്നു, ബി എക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് വരിക. ഈ സൈഡിലാകുമ്പോൾ ജി എഫിന് കൊടുക്കുന്നു, എഫ് ഇക്ക് കൊടുക്കുന്നു, ഇ എക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ചെയ്ത് കിട്ടാൻ ഈ ഒരു പ്രോസസ്സ് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ. ഇത്രയും പേര് മുകളിലേക്ക് പോയാണ് ഏറ്റവും അറ്റത്തേക്ക് പോകുന്നത് ആ ഒരു ഡിസിഷൻ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, ടൈം കൺസ്യൂമിംഗ് എന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു തിയറിക്ക് ഇതിന്റെ ഒരു ന്യൂനത, ഈ ഒരു ടൈം കൺസ്യൂമിംഗ് എന്നുള്ളൊരു ഡീമെറിറ്റിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അതായത് ഇവിടെ പറയുന്നത് ഒരേ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കൂ. ദ ഫോമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് റാങ്ക് ഈസ് നോൺ ആസ് സ്കെയിലാർ ചെയിൻ. ഹയസ്റ്റിൽ നിന്നും ലോവസ്റ്റിലേക്കുള്ള ആ ഒരു സുപ്പീരിയർ ടു സബോർഡിനേറ്റ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്, ഒരു അതോറിറ്റി. ഓക്കെ, പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്, ദിസ് ചെയിൻ ഷുഡ് നോട്ട് ബി വയലേറ്റഡ് ബട്ട് ഇൻ എമർജൻസി employees at same level can contact through gangplank by informing their immediate superior. അതായത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ഫോമൽ ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വയലേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എംപ്ലോയീസ് അറ്റ് സെയിം ലെവലുള്ള എംപ്ലോയീസ്, ഇവിടെ എക്സാമ്പിൾ ഡിയും ജിയും സെയിം ലെവലുള്ള എംപ്ലോയീസ് ആണ്, അവർക്ക് എന്ത് ചെയ്യാം, ക്യാൻ കോണ്ടാക്ട് ത്രൂ ഗാങ് പ്ലാങ്ക്, ഒരു ഗാങ് പ്ലാങ്ക് വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം. ബൈ ഇൻഫോമിംഗ് ദർ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, അവരെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്കെയിലാർ ചെയിന്റെ ഒരു ഡ്രോബാക്കിനെ മറികടക്കാനുള്ള ഒരു വഴിയാണ് ഗാങ് പ്ലാങ്ക് എന്നുള്ളത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അപ്പോൾ ഫയോളിൻ്റെ 9th പ്രിൻസിപ്പിൾ വരെ കഴിഞ്ഞു. ഓക്കെ, 14ൽ 9 എണ്ണം കഴിഞ്ഞു. ഒന്നുകൂടി പറയാം, ഡിവിഷൻ ഓഫ് വർക്ക്, അത് കഴിഞ്ഞ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ. അതിനുശേഷം എന്തൊക്കെ പറഞ്ഞു, യൂണിറ്റി ഓഫ് കമാൻഡ് പറഞ്ഞു, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ പറഞ്ഞു, റെമ്യൂണറേഷൻ പറഞ്ഞു, പിന്നെന്താണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, അത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സ്കെയിലാർ ചെയിൻ പറഞ്ഞു, പിന്നെന്താണ് റെമ്യൂണറേഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര എണ്ണം പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഡൗട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല, ഈസിയാണ്. ഓക്കെ, ഇനി 10th പ്രിൻസിപ്പിളാണ് ഓർഡർ. A place for everything and everyone, and everything and everyone should be in its designated place. People and material must be in suitable places at appropriate time for a maximum efficiency. അതായത് മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ അതിൽ ആരൊക്കെ വേണം, അങ്ങനത്തെ വർക്കേഴ്സ് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ മെഷീനറീസ് വേണം, മെറ്റീരിയൽസ് വേണം, ആ കാര്യങ്ങൾ. അതുപോലെ തന്നെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ഇവരെല്ലാവരും കൂടി ഉണ്ടാവണം അല്ലെ, ഒത്തുചേർന്ന് നിന്നാൽ മാത്രമാണ് ആ വർക്ക് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്, അത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് പ്ലേസ് ഉണ്ടായിരിക്കണം, ആ പ്ലേസിൽ
എന്താണ് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽസും വർക്കേഴ്സും എല്ലാവരും ഒരേ സമയത്ത് ഉണ്ടായാലാണ് പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻസി ആയിട്ട് ആ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ആ വർക്ക് നടക്കുകയുള്ളൂ. ഓക്കെ, ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇക്വാലിറ്റി. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ദ വർക്കിംഗ് എൻവയോൺമെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, സെക്സ്, ബിലീഫ്, ബേസിസ് ഓഫ് യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, നാഷണാലിറ്റി, എക്സെട്ര. അതായത് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും പാടില്ല. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിൽ, ലാംഗ്വേജിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ ഒരു തരത്തിലും ഒരു ഡിസ്ക്രിമിനേഷൻസും വർക്കേഴ്സിൻ്റെ ഇടയിൽ നടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫെയർ പ്ലേ ഷുഡ് ബി ഫോളോഡ്. അല്ലെ, ഫെയർ ആയിട്ട് ഒരു ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, ഫെയർ ആവണം. നോ വർക്കേഴ്സ് ഷുഡ് ബി അൺഡ്യൂലി ഫേർവേഡ് ഓർ പണിഷ്ഡ്. ഒരാളെയും ഒരാൾക്ക് ഇടയിൽ ഒരു പക്ഷപാതം കാണിക്കാൻ പാടില്ല. അത് ആലോചിച്ചാൽ മതി. ഓക്കെ, ദർ വാസ് നോ ബയാസ്. ഓക്കെ, ബയാസ് കാണിക്കാൻ പാടില്ല. എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒന്നിന്റെ പേരിലും ഒരാളെയും തരം താഴ്ത്തരുത്. ഓക്കെ, അതാണ് ഇക്വിറ്റി എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി അടുത്ത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആഫ്റ്റർ ബീയിങ് selected and appointed by rigorous procedure, the selected person should be kept at the post for a minimum period decided to show result. അതായത് മെയിനായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരാൾ നമ്മൾ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു, ഒരാൾ ജോലിക്ക് കയറുകയാണ്. അപ്പോൾ അയാളിപ്പോൾ ഒരു ഫ്രഷറാണെന്ന് വിചാരിക്കുക. അയാൾക്ക് മുൻ പരിചയങ്ങളൊന്നുമില്ല ഒരു ജോലി. ഓക്കെ, ഒരു ജോലി ചെയ്തിട്ട് ഒരു പരിചയമില്ലാത്ത ആളായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് അദ്ദേഹത്തിന് കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് എ പേഴ്സണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ബീയിങ് സെലക്ടഡ് ആൻഡ് അപ്പോയിന്റഡ് ബൈ എ റിഗ്രസ് പ്രൊസീജിയർ, ദ സെലക്ടഡ് പേഴ്സൺ ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദ പോസ്റ്റ് ഫോർ എ മിനിമം പീരീഡ് ടു ഡിസൈഡ് ടു ഷോ ഹിസ് റിസൾട്ട്. അല്ലെ, അദ്ദേഹത്തിന് റിസൾട്ട് കാണിക്കാൻ, അദ്ദേഹത്തിന്റെ ആ റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഒരു ടൈം പീരീഡ്, ഒരു സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത് ഇനീഷ്യേറ്റീവ് ആണ്. വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദർ പ്ലാൻ ഫോർ ഇംപ്രൂവ്മെന്റ്. ഇനീഷ്യേറ്റീവ് മീൻസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. ഇറ്റ് ഈസ് തിങ്കിങ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. അല്ലെ, എല്ലാ വർക്കേഴ്സിനും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു സംഭവം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു വർക്കും ഏറ്റെടുക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവ്, അല്ലെ, ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അതാണ്, അല്ലെ, ഏറ്റെടുക്കാനൊരു ഇത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അത് അവരിൽ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കൂടുതലും പ്രോത്സാഹിപ്പിക്കണം, അവരെ എൻകറേജ് ചെയ്യണം. അല്ലേ, ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നൊക്കെയാണ് ഇനീഷ്യേറ്റീവിൽ പറയുന്നത്. ഇനി അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പിരിറ്റ് ഡി കോർപ്സ്. എന്താണ് എസ്പിരിറ്റ് ഡി കോർപ്സ്? അപ്പോൾ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് നിങ്ങൾ കേട്ട് കാണും. അത് തന്നെയാണ് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് ടീം സ്പിരിറ്റ്, യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. ഏതൊരു ഓർഗനൈസേഷന് മുന്നിൽ പോകണമെങ്കിൽ, അല്ലെ, അത് വിജയിക്കണമെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് തമ്മിൽ തീർച്ചയായിട്ടും ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. അല്ലെ, ഒരു സ്ട്രെങ്ത് ആയിട്ട്, അല്ലെ, ഒരു ഹാർമണി ഉണ്ടായിരിക്കണം, അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഏതൊരു ഓർഗനൈസേഷനും പ്രോഫിറ്റബിൾ ആവൂ. അപ്പോൾ മാനേജ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ട് എ ടീം വർക്ക്. തീർച്ചയായിട്ടും ഒരു ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടിയേ ഉള്ളൂ. അപ്പോൾ എസ്പിരിറ്റ് ഡി കോർപ്സ്, അതാണ് 14ാമത്തെ പ്രിൻസിപ്പിൾ. യൂണിയൻ സ്ട്രെങ്ത് എന്നും ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവർ തമ്മിൽ, അവിടുത്തെ എംപ്ലോയീസ് തമ്മിൽ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ അവർ തമ്മിലൊരു യൂണിറ്റി ഉണ്ടായേ മതിയാവൂ. എന്നാൽ മാത്രമാണ് ഏതൊരു ഓർഗനൈസേഷനും എന്ത് ചെയ്യുള്ളൂ, നന്നായി പോകുള്ളൂ, സക്സസ് ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതേസമയം തന്നെ വളരെയധികം എളുപ്പമാണ്. ഒക്കെ മനസ്സിലാക്കിയാൽ മതി എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറക്കരുത്, ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോളാണ്. 14 പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതും അദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് 14 പ്രിൻസിപ്പിൾ. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ ഉണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ട്, റെമ്യൂണറേഷൻ ഉണ്ട്, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ എന്താണ് റെമ്യൂണറേഷൻ പറഞ്ഞു. സ്കെയിലാർ ചെയിനിൽ ഗ്യാങ് പ്ലാങ്ക് എന്നുള്ള ഒരു വേർഡും കൂടിയും ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇനീഷ്യേറ്റീവ്, അല്ലേ, എസ്പിരിറ്റ് ഡി കോർപ്സ്, ഇനീഷ്യേറ്റീവ്, അങ്ങനെ ഒരുപാട് 14 എണ്ണം അങ്ങനെ ഉണ്ട്. എല്ലാം പഠിക്കുക. ഇക്വിറ്റി എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്